Okay, parallel axis theorem. Parallel axis theorem എന്താന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം ഞാൻ തിയറം വെറുതെ സ്റ്റേറ്റ് ചെയ്യാം. നമുക്കൊരു റിജിഡ് ബോഡി തന്നിട്ടുണ്ട്. ഒരു റിജിഡ് ബോഡി തന്നിട്ടുണ്ട്. ആ റിജിഡ് ബോഡീൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസിൻ്റെ പേരാണ് എ ബി. ഒരു റിജിഡ് ബോഡി ഉണ്ട്. ആ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസാണ് എ ബി. അത് നമുക്കറിയാം. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. ആ ആക്സിസിനെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് മറ്റൊരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. പക്ഷെ ആ മറ്റൊരു ആക്സിസ് ഏതെങ്കിലും ആക്സിസ് അല്ല, സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് പാരലായ ആക്സിസ് ആയിരിക്കണം. മാത്രമല്ല അവർ തമ്മിലുള്ള അകലം നമുക്കറിയണം. ലെറ്റ് ഇറ്റ് ബി എക്സ്. അപ്പം എന്താ ഒരു ബോഡി, ഒരു റിജിഡ് ബോഡി, ആ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് നമുക്കറിയണം. മറ്റൊരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മറ്റൊരു ആക്സിസ് ഏതെങ്കിലും ആക്സിസ് അല്ല, തന്നിരിക്കുന്ന ആക്സിസിന് പാരലൽ ആയിരിക്കണം. ഏത്? സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള ആക്സിസിന് പാരലൽ ആയിരിക്കണം. ഇനി ആ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള അകലവും നമുക്കറിയണം. അങ്ങനെയാണെങ്കിൽ നിയമം പറയുന്നു, അറിഞ്ഞൂടാത്ത ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ സമം അറിയുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് എം എക്സ് സ്ക്വയർഡ്, മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സസ്. അപ്പം എങ്ങനെയാണ് എഴുതുക? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു എൻ ആക്സിസ് which is parallel to an axis passing through the center of mass is given by ICD equal to IAB plus MX squared, where ICD is the moment of inertia with respect to the given axis, with respect to the axis to be found. IAB, moment of inertia with respect to an axis passing through the center of mass and parallel to CD. നിർബന്ധമാണ് പാരലൽ ടു സി ഡി. എം മാസ് ഓഫ് ദ ബോഡി, എക്സ് ഈസ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ആക്സസ്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനി ഇതിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും നോക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല എനിക്കറിയാം. നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ ഇനി ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇത് അടിപൊളിയായിട്ട് മനസ്സിലാവും. സേ ഫോർ എക്സാമ്പിൾ ഒരു റിംഗ്. ഒരു റിംഗ്, ഇതാണ് ആക്സിസ്. എന്താ ആക്സിസിന്റെ പേര് വിളിക്കുക? ഇതാണ് ആക്സിസ്, ലൈക്ക് ദിസ്. ഇതാണ് ആക്സിസ്. യു ഗോട്ട് ഇറ്റ്? ഇതാണ് ആക്സിസ്. എന്താണ് ആക്സിസിന്റെ പേര് വിളിക്കുക? ആക്സിസ് പാസിംഗ് ത്രൂ ദ ടാൻജന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നതും ടാൻജന്റിലൂടെ പോകുന്നതുമായിട്ടുള്ള ആക്സിസ്. ആക്സിസ് പാസിംഗ് ത്രൂ ദ ടാൻജന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. നോക്കി നോക്ക്, ഇത് നമുക്ക് അറിയുന്ന ആക്സിസ് അല്ലേ, എ ബി. ഇവർ തമ്മിലുള്ള അകലം എക്സ് എന്ന് പറഞ്ഞാൽ ആർ അല്ലേ, റേഡിയസ്. അപ്പൊ അറിഞ്ഞുകൂടാത്ത ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതും അറിയുന്നതുമായ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു എം എക്സ് സ്ക്വയർഡ്. അത് നമ്മൾ പഠിച്ചാണ്. എം ആർ സ്ക്വയർ പ്ലസ് m into r square again. x is equal to r ആണ്. So it is 2mr square. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി. റെഡി? റിങ്ങിന്റെ കാര്യത്തിൽ ഇതാണ്. ഇനി വേറൊരു സിമ്പിൾ എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. റിംഗ്, ഇതാണ് ആക്സിസ്. സെൻട്രൽ നിന്നത് 2r അകലത്തിലാണ്. സോ സിമ്പിൾ. ഇതാണ് നമ്മളുടെ സി ഡി, ഇതാണ് നമ്മളുടെ എ ബി. അപ്പം എക്സ് 2r ആണ്. സെയിം തിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ സി ഡി വിൽ ബി ഈക്വൽ ടു ഐ എ ബി ഈസ് എം ആർ സ്ക്വയർ പ്ലസ് എം ഇൻറ്റു എക്സ് ഈസ് വാട്ട് 2r ദി ഹോൾ സ്ക്വയർ. എത്ര വരും? ഇത് ഒരു എം ആർ സ്ക്വയർ, ഇത് 4mr സ്ക്വയർ, ഇറ്റ് വിൽ ബി 5mr സ്ക്വയർ. കണ്ടില്ലേ? ഇഷ്ടമുള്ള ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് അബൌട്ട് എ ഡിസ്ക്.
ഒരു ഡിസ്ക്, ഇതാണ് ആക്സിസ്. എന്താ ഈ ആക്സിസിന്റെ പേര് വിളിക്കുക? വീണ്ടും പാസിംഗ് ത്രൂ ദ ടാൻജന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇത് നമുക്കറിയാവുന്ന, ഇതാണ് അറിയാത്ത ആക്സിസ് സി ഡി. ഇത് നമുക്കറിയാവുന്ന ആക്സിസ് ആണ്. എന്താണ് ആക്സിസ്? പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇറ്റ് ഈസ് എ ബി. ഇവർ തമ്മിലുള്ള അകലം എക്സ് ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ ടാൻജന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ ഐ സി ഡി ഈക്വൽ ടു IAB plus mx squared. IAB is mr square by 2 plus mr square. That will be 3 by 2 mr squared. That will be 3 by 2 mr squared. Okay. ഇനി എന്താ ചെയ്യുക? ഇനി നമുക്ക് വേണ്ടത് ഒരു സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിന്റെ ആക്സിസ് ഏതാണ്? ആക്സിസ് ഇതാണ് ആക്സിസ്. എന്താ ആക്സിസിനെ വിളിക്കുക? പാസിംഗ് ത്രൂ ദി ടാൻജന്റ്. പാസിംഗ് ത്രൂ ദി ടാൻജന്റ്. ഇത് നമുക്കറിയുന്നതാണ് അല്ലേ? ഇതാണ് നമുക്കറിയുന്ന എ ബി. ഇവർ തമ്മിലുള്ള അകലം വീണ്ടും ആറാണ്. അപ്പോൾ ഐ സി ഡി ഈക്വൽ ടു IAB plus mx squared. ICD is 2 by 5 mr squared plus mr squared. So that will be equal to 7 by 5 mr squared. Moment of inertia 7 by 5 mr squared ആയി. ഇനി അടുത്തത് ഹോളോ സ്ഫിയർ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഹോളോ സ്ഫിയർ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദി ടാൻജന്റ്. വീണ്ടും ഇതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത സി ഡി. നമുക്കറിയാവുന്ന ഒന്നുണ്ട് എ ബി, ആൻഡ് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഡയമീറ്റർ. അപ്പോൾ വേർ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഐ സി ഡി ഈക്വൽ ടു ഐ എ ബി പ്ലസ് എം എക്സ് സ്ക്വയർഡ്. എന്താണ് എക്സ്? ഇവർ തമ്മിലുള്ള അകലാണ് എക്സ്. ആ എക്സ് വീണ്ടും പറയും ആറാണ്. Isn't it? So simple. So simple. It is 2 by 3 mr square plus mr squared. So it will be 2 by 3 plus it will be 5 by 3 mr squared. അപ്പോൾ ഞാനോട് പറഞ്ഞ മനസ്സിലായില്ലേ? നേരത്തെ ചില ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് വേണം മറ്റ് ആക്സിസുകളിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി. ഇനി നമുക്ക് റോഡിന്റെ കാര്യം നോക്കാം. ഓക്കെ, റോഡിന്റെ കാര്യം നോക്കാം. ഒരു റോഡിന്റെ ആക്സിസ് ഇതാണ് കാണേണ്ടത്. അപ്പൊ എന്താ എഴുതുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റോഡ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ എൻഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. റോഡ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ എൻഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. ഇതാണ് കാണേണ്ടത്. അപ്പൊ ഇതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ആക്സിസ് സി ഡി. അറിയുന്നൊരു ആക്സസ് നമുക്ക് ഉണ്ട് ഓൾറെഡി. ഇതിന് പാരലായിട്ടുള്ള അറിയുന്ന ആക്സസ് ആണ് എ ബി. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൊത്തം നീളമായിരുന്നു എന്ത്? എൽ. അപ്പോൾ ഇതെത്ര വരിക? എക്സ് ഈക്വൽ ടു എൽ ബൈ 2 അല്ലേ വരിക? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഐ സി ഡി ഈക്വൽ ടു ഐ എ ബി പ്ലസ് എം എക്സ് സ്ക്വയർഡ്. ദാറ്റ് ഈസ് ഐ എ ബി ഈസ് എം എൽ സ്ക്വയർ ബൈ 12. അതിന് തൊട്ട് മുമ്പേ പഠിച്ചു. പ്ലസ് എം ഇൻറ്റു എക്സിന് പകരം L by 2 the whole square. That is ml square by 12 plus ml square by 4. That is 12 common ആക്കി എടുത്തു. ഇവിടെ 12ൽ 1 ml square plus ഇവിടെ 12 ആകുമ്പോൾ 3 ml square. So it is 4 ml square by 12 equal to ml square by 3. That is the moment of inertia of a thin road with respect to an axis passing through one end and perpendicular to the plane. Sorry, perpendicular to the length. അടുത്ത നമുക്കൊരു സ്ക്വയർ ലാമിന എടുത്ത് നോക്കാം. യെസ്, സിമ്പിൾ കാര്യമാണ്. സ്ക്വയർ ലാമിനയാണ് എന്ന് വെച്ചാൽ സൈഡ് എ ആണ്. ഓക്കെ, ആ സൈഡ് എ ഉള്ള സ്ക്വയർ ലാമിനയുടെ നമുക്ക് ഈ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം. ഇതാണ് സി ഡി. സോ സിമ്പിൾ. നമുക്ക് ഇതറിയാം, ഓർമ്മയില്ലേ? ഇതാണ് എ ബി.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദൂരം a/2 ആണ്. അപ്പോൾ എന്താ നമ്മൾ പറയുക? സ്ക്വയർ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്ക്വയർ ലാമിന വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് വൺ എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് വൺ എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ x ഈക്വൽ ടു a/2 ആയി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു CD ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ AB പ്ലസ് mx². AB നമുക്ക് നേരത്തെ കിട്ടിയാണ് കേട്ടോ, ma²/6 plus ma/2 the whole squared. That is equal to ma²/6 plus ma²/4. That is 12 common ആക്കി എടുത്താൽ 2ma² plus 3ma². So it will be 5/12 ma². ഇനി ഇങ്ങനെ ഏത് ഷേപ്പ് മുന്നിൽ വന്നാലും നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താൻ സാധിക്കും വിത്ത് റെസ്പെക്ട് ടു എനി ആക്സിസ് യൂസിങ് ദിസ് പാരലൽ ആക്സിസ്. പക്ഷെ ഒരു കാര്യം അറിയണം, തന്നിരിക്കുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതും അറിയുന്നതുമായ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതുമായ മറ്റൊരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടെത്തണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഉഷാറായി